ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇത് എന്തിൻ്റെ പൂവാണെന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ? എന്തിനുണ്ടാകുന്ന പൂവാണിതെന്ന്? നല്ല ഭംഗിയില്ലേ കാണാൻ? ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ, എന്തിൻ്റെ പൂവാണെന്ന് പറഞ്ഞു തരണേ. രാവിലത്തെ പണിയിലാണ് കേട്ടോ. കയ്യിൽ ചൂല് കാണുന്നില്ലേ? ഞാനിതുകൊണ്ട് ഒരിക്കൽ അടിച്ചു വാരുന്നത് കണ്ടിട്ട് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചൂല് പരത്തിയിട്ടാണ് അടിക്കുക. ആക്ച്വലി ഇവിടുത്തെ ചൂല് ഇങ്ങനെയാ വരുന്നത്, വാങ്ങുന്ന ചൂലാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ചൂലാണ് കെട്ടുമ്പോൾ അങ്ങനെ പരത്താൻ കഴിയും. അതൊക്കെ പരത്താനൊന്നും കഴിയൂല. ഇതിങ്ങനെ തന്നെ അടിച്ചു വാരണം. നോക്കിയാ ഇങ്ങനെ അടിച്ചു വാരണം കേട്ടോ, അല്ലാണ്ട് പരത്തിയിട്ടൊന്നും അടിച്ചു വരാനൊന്നും കഴിയില്ല. അപ്പൊ ഞാന് വന്നത് ഇതൊന്നും പറയാനൊന്നുമല്ല, എൻ്റെ അടിച്ചു വാരല് കാണിച്ചാലോ പറയാനൊന്നുമല്ല വന്നത്. പിന്നെന്താ, ഞാനിതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹണി റോസിന് അനുകൂലിച്ചിട്ടും സ്ത്രീയല്ലേ എന്നുള്ള ഒരു ഇതിൽ അനുകൂലിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ ബോച്ചയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. എനിക്ക് അതിലൊരു സന്തോഷമോ ദുഃഖമോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും പണത്തിൻ്റെ ഒരു ഹുങ്ക് അത് എല്ലാ മേഖലയിലും കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ പിന്നെ സ്ത്രീ എന്നാൽ അതിപ്പോൾ ഒരു ഇസ്ലാമിൽ മാത്രമല്ല, പൊതുവേ ഉള്ളൊരു നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീ കുറച്ചൊരു ഒതുക്കത്തിലും മാന്യമായിട്ടുള്ള വസ്ത്രധാരണവും ചെയ്യണം എന്ന് ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ കേരളീയർക്ക് അല്ലേ. നമ്മൾ യൂറോപ്പിലും അല്ലെങ്കിൽ ബഹിരാകാശത്തൊന്നും താമസിക്കുന്നവരല്ല. അപ്പോൾ പലപ്പോഴായിട്ടും നമ്മുടെ സഹോദരി എന്ന് തന്നെ പറയാം, ഹണി റോസിൻ്റെ വസ്ത്രധാരണം നമ്മൾ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നോക്കിക്കാണാറുണ്ട്. ഹണിയുടെ വസ്ത്രധാരണം അവരുടെ പേഴ്സണാലിറ്റി ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വസ്ത്രധാരണം, ബാക്കി സംസാര രീതി ആയിക്കോട്ടെ, മറ്റുള്ളവരോട് പെരുമാറുന്ന ആയിക്കോട്ടെ, പാവം സ്ത്രീയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു വസ്ത്രധാരണത്തെക്കുറിച്ചാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഞാൻ ഇത്ര നാളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് നല്ലോണം എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഔറത്ത് മറച്ചുകൊണ്ടാണ്. എന്നിട്ട് വരെ ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല. അവർ നല്ലത് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും. കാരണം ഞാനൊരു സ്ത്രീയാണ്, മറക്കേണ്ടവളാണ്, മറച്ച് നടക്കേണ്ടവളാണ്, നമ്മുടെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. എങ്ങനെയെന്നറിയോ, ഹണി ചെയ്ത കാര്യങ്ങൾ അവളെ എന്താ പറയുക, പരസ്യമായി ആ വേർഡ് ഞാൻ പറയുന്നില്ല, അപമാനിച്ചതായിക്കോട്ടെ, കമൻസ് പറഞ്ഞതായിക്കോട്ടെ, അതിനോടൊന്നും യോജിപ്പില്ല. അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. കേസ് ഇത് ഓണാവൂല മോളെ, സ്വിച്ച് ഓഫ് ആയിക്ക് കൊണ്ടുപോയേക്ക്, ചാർജ് ചെയ്യണം, വേറെ ഫോൺ എടുത്തിട്ട് കളിക്കേണ്ടിയിട്ട്. പിന്നെ അതിനോടൊന്നും യോജിക്കുന്നൊന്നുമില്ല. അവൾ ചെയ്തത് നല്ല കാര്യം തന്നെ, അറസ്റ്റ് ചെയ്തതും എല്ലാം നല്ലത് തന്നെ. പക്ഷെ ഈ ഒരു കാര്യത്തിനോട് മാത്രം യോജിക്കുന്നില്ല, എന്ത് വസ്ത്രധാരണം. അത് ഞാൻ ആ സമയത്ത് പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ലൈംഗിക ദാരിദ്ര്യമാണ് നമ്മുടെ കേരളത്തിൽ മക്കളെ. അത് എത്ര കിട്ടിക്കഴിഞ്ഞാലും അത് മാറൂല. അപ്പം അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, ബുദ്ധിപരമായിട്ടാണ് നമ്മുടെ ഹണിച്ചേച്ചി പല ഉദ്ഘാടന വേദികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടായിക്കോട്ടെ, അത് അവരുടെ മാർക്കറ്റിംഗ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. പൊന്ന് ഹണിമോളെ, ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനോ കേസൊന്നും കൊടുക്കരുത് കേട്ടോ. ഞാനൊരു പാവം കുടുംബിനിയാണ്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഇല്ല, ഞാൻ ഇതാ എൻ്റെ കുഞ്ഞുമോൾ ഒരു ഹായ് കൊടുത്ത് പറഞ്ഞു എന്നുള്ളൂ. കാരണം നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലല്ലേ. കേരളക്കരക്ക് ദഹിക്കൂല ഇമാതിരി വേഷങ്ങൾ. അപ്പം നിന്നെ ഹണിയോടാണ് പറയുന്നത്, നിന്നെ ഒരു സഹോദരിയെ പോലെ കണ്ടിട്ടാണ് പറയുന്നത്. വസ്ത്രധാരണത്തിൽ കുറച്ചും കൂടി ഒരു മാന്യത പുലർത്തുക, ദയവ് വിചാരിച്ച് കുറച്ചും കൂടി ഒരു മാന്യത പുലർത്തുക. പിന്നെന്താ, അതൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ തൂവെള്ളയിലിട്ടിട്ട് ഈ കേരളക്കര ഹണിച്ചേച്ചിയെ ലാളിക്കുന്നതായിരിക്കും. പിന്നെ
അവർക്കറിയാം എങ്ങനെ രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് ആൾക്കാർ അങ്ങ് മേലയിൽ കയറ്റി വെക്കുക അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം അവർക്കറിയാം. ഞാൻ പറയട്ടെ, ഹണിക്കില്ലാത്ത അങ്ങനെയല്ല പറയണ്ടേ, എനക്കില്ലാത്ത എന്താണ് ഹണിക്കുള്ളത്? ചിലപ്പോൾ നിറത്തിൻ്റെ വ്യത്യാസത്തിലുണ്ടാവും, അല്ലെങ്കിൽ പുട്ടി അടിക്കുന്നുണ്ടാവും. നമ്മളൊന്നും ഈ സാധാ വേഷത്തിലും ഒരു പുട്ടിയും ഇല്ല, ഒരു പുട്ടി എന്താന്നുള്ളത് വരെ എനിക്കറിയില്ല മക്കളെ. അപ്പം അങ്ങനെ ആയിരിക്കും ഹണിയെല്ലാം വരുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനെ ചിലപ്പം വിചാരിക്കും, ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനക്കൊന്നുമില്ലാത്ത ഞാനും ഒരു സ്ത്രീയാണ്, ഹണിയും ഒരു സ്ത്രീയാണ്, നീ പോയി ഇങ്ങോട്ട് വാ, ഒരു സ്ത്രീയാണ്. അപ്പം എനക്കില്ലാത്ത എന്തുവാ ഈ ഹണിക്ക്, എന്തെന്നാ ഇങ്ങനെ? അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാലോ, വസ്ത്രധാരണം കെട്ടിയൊരുങ്ങി നടന്നു കഴിഞ്ഞാൽ 4 ആള് പിന്നാലെ നടക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ, അത് ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് വെക്കണ്ട, ഏതൊരു പുരുഷനായി കഴിഞ്ഞാലും നമ്മളെ പിന്നാലെ നടന്നിട്ട് നമ്മളെ അത്രയും നമ്മളെ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുക തന്നെ വേണം. അതെല്ലാം ശരി തന്നെ. പക്ഷെ ഈ ഒരൊറ്റ തെറ്റ് മാത്രം ഹണി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് വുമൺ ആവും എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം കേട്ടോ. നല്ല വസ്ത്രധാരണമാണ് ഏതൊരു പെണ്ണിൻ്റെയും എന്താ പറയുക ക്യാരക്ടർ വിളിച്ചോതുന്നത്. നമ്മുടെ വസ്ത്രധാരണം ശരിയാവണം അല്ലേ? നമ്മുടെ വസ്ത്രധാരണം എപ്പോഴും നല്ല നിലയിലായിരിക്കണം, രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും എന്നെല്ലാം പറയാറില്ലേ? അപ്പം അതെന്താ ഹണി, അത് മാത്രം എന്താ മാറ്റി നിർത്തപ്പെടുന്നത്? ഒരു റിക്വസ്റ്റാണ് നല്ല രീതിയിൽ നല്ല വേഷത്തിൽ വരിക എന്നുള്ളത് കേട്ടോ. അപ്പം ഇത് എൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം ആയതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ ഇട്ടത്. ഇതല്ല എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടൻറ്റ് കേട്ടോ. കണ്ടൻ്റ് അല്ല, കോണ്ടൻറ്റ് എന്ന് പറയും. കോണ്ടൻറ്റ് കോമൺസ് എന്നല്ലേ അല്ലേ ഇപ്പോഴത്തെ ന്യൂ വാക്കുകൾ. അപ്പം അതുകൊണ്ട് ഇത് മാത്രമല്ല, ഞാൻ ഇനിയും വരും, എൻ്റെ കൊച്ചു പണികൾ കാണിച്ചു തരാം. എനിക്ക് വട്ടായതൊന്നും ആരും വിചാരിക്കല്ലേ മക്കളെ. ഇപ്പം വരാം. എന്താണ് സേവനവാരാണ് മക്കളെ. നമ്മളെ നാട്ടിൽ എന്താ പറയുക, 4 പുറം വൃത്തിയാക്കുന്നതിന് സേവനവാരം എന്ന് പറയും. നോക്കിയാ ഇത് എത്ര ചപ്പാന്നറിയും. ഇപ്പൊ കാറ്റടിക്കുന്നില്ലേ? ബോബു വാണ്ട് ബോബു. എൻ്റെ മക്കള് സൈക്കിള് ചവിട്ടാണ്ട് 2 സൈക്കിൾ ഉണ്ട് കേട്ടാ. ഒന്നപ്പുറം കാണുന്നില്ലേ, അപ്പുറം ഉണ്ട്. ഇങ്ങനെ അരിക്ക് വെച്ചിട്ട് തുരുമ്പുടിച്ചു പോയി. ഇനിയിപ്പോൾ അത് 2ഉം കൊടുക്കണം, വിൽക്കണം. ഇത് മുഖം പൊള്ളിയാ? മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ചെമ്പരത്തി. അതവർ പല കളറുണ്ടാവുന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷേ വാവ്, അപ്പോൾ ഉണ്ടാവുന്നത് വെറും ഈ ഒരു വൈറ്റ് കളർ ചെമ്പരത്തിയാണ്. കണ്ടോ? ഇത് കൊറേ ആയേ പൂവുണ്ടായിട്ട്. ഇതിപ്പം പൂവുണ്ടായി പോയി പിന്നെ ഉണ്ടായിരുന്ന. ഇത് പച്ചാൻ പറ്റൂല. കാരണം എന്താന്ന് ഓൾക്കറിയാം. കാരണം എന്താണ്, അത് പറിക്കാൻ പറ്റാത്ത കാരണം എന്താണെന്നറിയോ? ഒരിക്കൽ പറിച്ചിട്ട് ഒരു കുഞ്ഞടി വെച്ചുകൊടുത്തിക്ക്. ഇനിയിപ്പോൾ അത് പറിക്കാൻ പറ്റൂല അല്ലേ പൂശേ? ഇനി അത് പറിക്കാൻ പറ്റൂല. പിന്നെ വേറൊരു കാര്യം, ഇതെന്തിൻ്റെ മരാ നിങ്ങളൊന്ന് പറയണേ. ഞാൻ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് സെറ്റപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള. ഇതെല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റുക. അതെ, ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് ഈ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് കുറച്ച് കൃഷി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ സൈക്കിള് സ്റ്റാൻഡ് ഇതെല്ലാം ഇവിടുന്ന് മാറ്റണം. 2 വാഴയേറ്റം വെക്കണം. ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് ഒന്ന് നേരാക്കണം. എന്നിട്ട് കുറച്ച് കൃഷി ഉണ്ടാക്കണം. 1.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണിത് കേട്ടോ.
പിന്നെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പേ കുറേ തേങ്ങ മുളച്ചത്. അത് വെറുതെ തന്നെ ഇവിടെ ഞാൻ കുഴിച്ചിട്ടതാട്ടാ. മക്കൾ രണ്ടാളങ്ങ് സ്കൂളിൽ പോയിട്ടോ. പിന്നെ ഞാൻ ഈ കുഞ്ഞും മോളും ഉള്ള പോരാട്ടാണ് പിന്നത്തത്. 4 മണിയാവും പിന്നെ മക്കൾ വരാൻ. പിന്നെന്താ, ഇതൊക്കെയാണ്. ഇനിയിപ്പം കുറച്ച് കൃഷിയൊന്നും ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, അതൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. അത് സർപ്രൈസാണ്, ഞാൻ കാണിച്ചു തരാം അല്ലേ, പറയാം. പിന്നെ രാവിലത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇനി അപ്പുറം എല്ലാം ഒന്ന് ശരിയാക്കാനെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചർച്ചാ വിഷയം വീണ്ടും ഒന്ന് എടുത്തിടട്ടെ. ഞാൻ ഹണിനോട് തന്നെ പറയാം. ഇപ്പം ഇന്ന് ഞാൻ ഈ യൂട്യൂബിൽ കണ്ടൊരു വാർത്തയാണ് കേട്ടോ. ഹണിക്കെതിരെ പ്രതികരിച്ച യൂട്യൂബർമാർക്കെതിരെ പിന്നെ ഹണി കേസ് കൊടുത്തിട്ടുണ്ട് എന്ന്. പൊന്ന് ഹണി ചേച്ചി, പിന്നെ നമ്മളെ ഒന്നും കേസിൽ കൊടുക്കല്ല. കാരണം എന്ന് വെച്ചാൽ ഹണിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഉദ്ഘാടന വേദികളിൽ ഹണി പോകുമ്പോൾ ആ ഉദ്ഘാടനം കാണാനല്ല ചെറുപ്പക്കാർ വരുന്നത്, ഹണിയെ കാണാൻ തന്നെയാണ്. കാരണം ഹണി ഇടുന്ന വേഷങ്ങൾ അവർക്കറിയാം. ഹണി ഏത് വേഷത്തിലാണ് ഉദ്ഘടിക്കാൻ വരുന്നത് എന്നും ആ ചെറുപ്പക്കാർക്കും അറിയാം, മധ്യവയസ്കർക്കും അറിയാം, വയസ്സായിട്ട് കുഴി പോവണ്ട കാക്കാമാർക്കും അറിയാം. അല്ലെങ്കിൽ കാക്കാമാരെന്ന് പറയുന്നതിൽ പറച്ചോനെ വായിൽ വന്നു പോയതാണ്, നമ്മളതിൽ പറഞ്ഞു പോയതാണ് കേട്ടോ. വയസ്സന്മാർക്ക് എന്നും പറയാം. പിന്നെ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കോലത്തിൽ വരുന്നവരെയാണ് ആകർഷിക്കുന്നത്. മറ്റുള്ളവർ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മളും അങ്ങനത്തെ കോലത്തിൽ വന്നാൽ നമുക്കും അവളെക്കാട്ടിലും എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ച് വരും. കാരണം നമ്മുടെ വേഷമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് ഹണി. അപ്പം അതുകൊണ്ട് ആ വേഷം കുറച്ച് മാന്യമാക്കാൻ ശ്രദ്ധിക്കുക. എന്താണ് ഓക്കെ അവൾക്ക് മാമു ആണ്. രാവിലെ ചോദിച്ചപ്പോൾ വേണ്ട കേട്ടാ, ഞാൻ കഴിക്കുമ്പോൾ വേണ്ട, ഇനി ഇപ്പം വേണം. ഇപ്പം തരേ ഒന്ന് ഒരു ഹായ് കൊടുക്കൂ. അംഗൻവാടി പോവാത്ത കൊച്ചു ഗള്ളിയാണ് കേട്ടോ, ഭയങ്കര മടിച്ചിയാണ്. ഇതൊക്കെയാ അത് പറയുമ്പോൾ പോന്ന്. പിന്നെ അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ. നമ്മുടെ മാംസഭാഗങ്ങൾ എന്തിന് മറ്റുള്ളവർക്ക് പച്ച ഇറച്ചി തിന്നാൻ കൊടുക്കണം ഹണി? മാന്യമായിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു ദേഷ്യത്തിലോ ഒന്നിലും അല്ല. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഹണിയും ഒരു സ്ത്രീയാണ്. നമ്മൾക്ക് പുരുഷന്മാരോട് പറയുന്നത് പോലെയല്ല, നമ്മുടെ വർഗത്തിനോട് പറയാൻ നമ്മൾക്കൊരു സോഫ്റ്റ് ഭാഷ ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ല രീതിയിലാണ് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ നല്ല വസ്ത്രധാരണ ഇട്ടുകൊണ്ട് ഹണി ഇനിയും വരണം, ഇനിയും ഉദ്ഘാടനം എല്ലാം ചെയ്യണം. ഒരു മാറ്റം അനിവാര്യമാണ്. എന്തായിക്കഴിഞ്ഞാലും ഒരു മാറ്റം അനിവാര്യമാണ് ഹണി. ആ മാറ്റത്തിലൂടെ നമ്മുടെ കേരളക്കരയെ ഒന്ന് ഞെട്ടിപ്പിച്ചുകൊണ്ട് നല്ല അടിപൊളി വസ്ത്രധാരണ ഇട്ടിട്ട് ഒന്ന് വന്ന് നോക്ക്, അപ്പം കാണാം. ഒന്നും ഇല്ലാണ്ട് എന്തോ പറയൂലേ, തീയില്ലാണ്ട് പുക ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഒന്നുമില്ലാണ്ട് ജനങ്ങൾ ഏത് യൂട്യൂബർമാരും പറയൂലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല വസ്ത്രധാരണം ഇതും.